അറബിക്കടലിൽ ഒരു കപ്പൽ മുങ്ങിയ വാർത്ത ഏറെ ചർച്ചയായി. ആ കപ്പലിന്റെ ഏറ്റവും പ്രധാനം നൂറുകണക്കിന് കണ്ടെയ്നറുകൾ അതിലുണ്ടായിരുന്നു. കപ്പൽ മുങ്ങി, കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാവാം, യന്ത്ര തകരാറ് കൊണ്ടാവാം, എന്തായാലും കപ്പൽ മുങ്ങി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കപ്പലിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. അത് കേരളത്തിന്റെ തീരത്തിനടുത്തായതുകൊണ്ട് കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ അപകടകരമാണ് ആ കപ്പലിൽ എന്താണ് ഉള്ളത് എന്നത്. ആ കപ്പലിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത് 2,70,000 ടൺ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന രാസവസ്തുവാണ്. ഈ കാൽസ്യം കാർബൈഡിൽ ഏറ്റവും കൂടുതലുള്ള ഒരു ഘടകം ആർസനിക്കാണ്. ആർസനിക് എന്ന് പറയുന്നത് വളരെ അപകടകരമായ ലോഹമാണ്. അതിൽ ക്വിനോൺ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഇതുണ്ട്. അത് ഒരു ആർസനിക് പോലെയുള്ള ഒരു പദാർത്ഥം ppb എന്നാണ് പറയുക. അതായത് 1 ബില്യണിൽ 1 ഭാഗം പോലും ഉള്ളത് അപകടകരമാണ് കടൽ വെള്ളത്തിൽ. ഇതിപ്പോൾ എത്ര ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അത്രയധികം കലർന്നിട്ടുണ്ട്. 27,000 കിലോഗ്രാം വരെ ഉണ്ടാകാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് എന്തായിരിക്കും അവിടെ സൃഷ്ടിച്ചിരിക്കുക? ഇത് കടൽ വെള്ളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഇത് മത്സ്യബന്ധനത്തെ എത്രത്തോളം ബാധിക്കുന്നതാണ്? ഇത് മറ്റു രൂപത്തിൽ ഇതിന്റെ ഇത്രയും വിഷമയമായ ഒരു വസ്തുവും എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കും? ഇതൊരു പഠനവും നമ്മൾ നടത്തിയില്ല. ഒരു പഠനവും നടത്തിയില്ല എന്ന് മാത്രമല്ല, ആകെ കപ്പൽ മുങ്ങിയതിന് ഒരു ക്ലെയിം കൊടുക്കാനാണ് നമ്മൾ പോണേ. യഥാർത്ഥത്തിൽ അങ്ങനെ ക്ലെയിം കൊടുത്താൽ പോരാ. ഇതിലൊരു ക്രിമിനൽ കേസുണ്ട്. ക്രിമിനൽ കേസ് എന്താ? ഇത് മുങ്ങി കഴിഞ്ഞ് ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം. ഇപ്പോൾ മെക്സിക്കോയിൽ മുമ്പ് ഓയിൽ സ്പില്ല് ചെയ്ത ഒരു വലിയ ടാങ്കർ ഷിപ്പിനെ കുറിച്ചുള്ള വാർത്ത ഉണ്ടായിരുന്നു. അനേക ബില്യൺ ഡോളറാണ് അവര് മെക്സിക്കോ ഗൾഫിലെ ആ ചുറ്റുള്ള രാജ്യത്തിന് മെക്സിക്കോക്ക് നഷ്ടപരിഹാരം കൊടുത്തത്. അമേരിക്കൻ ഷിപ്പാണ്. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ഇവിടെ അങ്ങനെ ഒരു കേസും ഇല്ല, കേസ് എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവാദമായി ഉണ്ടാകാവുന്ന ഒരു നഷ്ടപരിഹാരത്തിന്റെ കേസാണ്. കാരണം ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലോ കേസോ ഉണ്ടെങ്കിലാണ് നഷ്ടപരിഹാരത്തിന് ബലമുണ്ടാവുക. സാധാരണ കേസ് കൊടുക്കുന്ന അതിനാണ്, ഒരു നഷ്ടപരിഹാരത്തിന് ബലം ഉണ്ടാവാനാണ്. പക്ഷെ നഷ്ടപരിഹാരത്തിന് ഒരു ബലവുമില്ലാത്ത തരത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. ഇത് വളരെ തെറ്റായൊരു നടപടിക്രമമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ കൃത്യമായി കേസ് ഉണ്ടാവണം. കാരണം ഈ ആഴ്സനിക് എന്ന് പറയുന്ന പദാർത്ഥം, അതുകൂടാതെ അതിൽ 700-ലധികം വാട്ടർ റെസിസ്റ്റന്റ് ബാഗുകൾ ഉണ്ട് എന്ന് പറയുന്നു. വാട്ടർ റെസിസ്റ്റന്റ് ബാഗ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ ഒരു കേടുവരാത്ത ബാഗ് എന്ന് അർത്ഥം. അത് ഉപ്പുവെള്ളത്തിൽ കിടന്നാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതിനെ സംരക്ഷിക്കുന്ന വസ്തുക്കൾ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നാൽ എന്താണ് വെള്ളത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം? അപ്പോൾ ഇത് മത്സ്യങ്ങളെ എങ്ങനെ ബാധിക്കും? മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ ബാധിക്കും? തീരദേശത്തെ മറ്റു രീതിയിൽ എങ്ങനെ ബാധിക്കും? ഈ ചോദ്യങ്ങളുണ്ട്. നിറയെ പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസ്, ചെറിയ തരത്തിലുള്ള വേസ്റ്റ്, നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ ഗ്രാന്യൂളാക്കും. മിയർഡിൽ എന്ന് പറഞ്ഞ ചെറിയ ഗുളിക രൂപത്തിലുള്ള സാധനമാക്കും. അങ്ങനെ പെല്ലറ്റ്, ആ പെല്ലറ്റുകൾ ഒരുപാട് ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് പറയും. ആ പെല്ലറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത്? ഇതിന് കൃത്യമായ ഒരു പഠനം നടത്തി കണക്കെടുത്ത് അങ്ങനെ നഷ്ടപരിഹാരം ചോദിച്ചില്ലെങ്കിൽ ഒരു തുക അവർ തരും. കാരണം കപ്പലിന്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ഉണ്ട്. അവരൊരു തുക തരും, ആ തുക പോകും. മാത്രമല്ല, കപ്പലിന്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു പ്രൊസീജിയറാണ്. കാരണം കപ്പലിന് എന്ത് പറ്റി, ആരുടെ കുഴപ്പം, എന്ത് കുഴപ്പം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇത് നഷ്ടം വരുത്തിയെന്ന്, ഈ പ്രദേശത്തിന് ഇത്ര നഷ്ടം വരുത്തിയെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ വളരെ ചെറിയ നഷ്ടപരിഹാരത്തിൽ ഈ പരിപാടി അവസാനിക്കും. ഇത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളറിന്റെ നഷ്ടപരിഹാരം വരേണ്ട ഒരു കേസാണ്. ഇനി അതിനേക്കാളൊക്കെ പ്രധാനം, ഇതെങ്ങനെ എന്ത് അപകടം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിനെ കൗണ്ടറായി എന്ത് ചെയ്യാൻ കഴിയും, വെള്ളത്തെ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന അപകടം ഈ വെള്ളത്തിലുണ്ടാവും, തീരത്തുണ്ടാവും. നമ്മുടെ മത്സ്യമേഖലയിൽ മാത്രമല്ല, തീരത്തെ ഇപ്പോൾ വേലിയേറ്റത്തിലോ ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇപ്പോൾ കടൽ കയറുന്നുണ്ട് പല സ്ഥലത്തും. ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്കോ നാട്ടിലേക്കോ ഒക്കെ കയറിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇത് തിന്നുന്ന മത്സ്യങ്ങളെ നമ്മൾ പിടിച്ചു തിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് വലിയ ആരോഗ്യ പ്രത്യാഘാതം ഉണ്ടാവുന്നതാണ് ഈ ഹൈലി ടോക്സിക് ആയ, വിഷമയമായ ഈ വസ്തുവിന്റെ വ്യാപനം എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തി അതിന് പരിഹാരം കാണുക എന്നത് അടിയന്തര ആവശ്യമാണ്. അതൊന്നും നമ്മുടെ സർക്കാരിന്റെ മുമ്പിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല.